ഇസ്ലാം പ്രശ്നമാണ് എന്ന് പറയുന്നവർക്ക് ഇന്ന് പറയാനുള്ളത് ഇസ്ലാം ഭീകരതയാണ് എന്നാണ്. ലോകത്തിന് കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ലോകത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, ലോകത്തിന് ആളുകൾക്ക് പ്രയാസമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ആളുകളെ ക്രൂരമായി പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സകല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ഇസ്ലാമിക ഭീകരതയാണ് എന്നും ആ ഇസ്ലാമിക ഭീകരത ഉണ്ടാകുന്നത് ഇസ്ലാമിക ആദർശത്തിൽ നിന്നാണ് എന്നും അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ആദർശം പ്രശ്നമാണ് എന്നുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെറി ജോൺസിനെ പോലെയുള്ള ആളുകൾക്ക് പറയാനുള്ളത്. അവിടെയും നമുക്കൊരു അന്വേഷണം ആവശ്യമുണ്ട്. ഭീകരത, ലോകത്തെങ്ങും ഭീകരത വിതച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക ദർശനമാണ്. ഭീകരതയാണ് ലോകത്തിന്റെ മുന്നിലുള്ള ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ആ ഇസ്ലാമിക ദർശനം അതുകൊണ്ട് തന്നെ അപകടകാരിയാണ് എന്നുമാണ് വാദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ഭീകരത എന്ന പദം, ടെററിസം എന്ന പദം, ടെററിസ്റ്റ് എന്ന പദം, ഇതെല്ലാം ലോകം കേൾക്കാൻ തുടങ്ങിയിട്ട് തന്നെ വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. 1859 റഷ്യയിൽ നിന്ന് ആദ്യമായി ടെററിസ്റ്റ് എന്ന ശബ്ദം തന്നെ കേൾക്കുന്നത്. അവിടെയുള്ളൊരു ഗറില്ല ഗ്രൂപ്പിന്റെ നേതാവ് അദ്ദേഹത്തെ സ്വയം വിശേഷിപ്പിച്ചത് ടെററിസ്റ്റ് എന്നായിരുന്നു. പക്ഷേ ഭീതിയുണ്ടാക്കുന്നയാൾ, സമൂഹത്തിൽ ഭീതിയുണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നയാൾ, 19ാം നൂറ്റാണ്ടിൽ മാത്രം കേട്ട ശബ്ദം. ഇസ്ലാം ആദ്യ മനുഷ്യൻ മുതൽ ആരംഭിച്ച ആദർശത്തിന്റെ പേരാണ്. പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആദർശം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ആദർശം. ആ പ്രവാചകനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ആദർശം, ആ ആദർശത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളുടെ പരിശുദ്ധ ഖുർആന്റെ തിരുസുന്നത്തിന്റെ സ്വാഭാവികമായ പരിണിതിയായിരുന്നു ടെററിസമെങ്കിൽ, ഈ ഭീകരതയെങ്കിൽ കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളല്ല, പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആശയങ്ങളിൽ, ആദർശങ്ങളിൽ, അതിൽ നിന്ന് ലോകം ഭീകരത കണ്ടുപിടിക്കേണ്ടിയിരുന്നു. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി വ്യക്തമായി തന്നെ ഭീകരത ലോകത്തിന് അനുഭവിക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ അങ്ങനെയില്ല. ടെററിസം ഒരു ആധുനിക സങ്കേതമാണ്. ടെററിസം എന്ന പദം ആധുനിക കാലഘട്ടത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത് തന്നെ 1980-കൾക്ക് ശേഷമാണ്. ഇസ്ലാമായിരുന്നു ടെററിസത്തിന്റെ സൃഷ്ടാവെങ്കിൽ, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമായിരുന്നു ടെററിസം സൃഷ്ടിച്ചത് എങ്കിൽ, തീർച്ചയായും 14 നൂറ്റാണ്ടുകളായി ഇത് സമൂഹത്തിൽ ആവർത്തിക്കപ്പെട്ട് നിലനിൽക്കേണ്ടതായിരുന്നു. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ 1980-കൾക്ക് ശേഷം മാത്രം രൂപപ്പെട്ട ആവർത്തിച്ച് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംജ്ഞ, എന്തുകൊണ്ട് ആ സംജ്ഞയുണ്ടാകുന്നു? ഇസ്ലാമും അതും തമ്മിലുള്ള ബന്ധം എന്താണ്? ടെററിസം ക്രൂരതയുടെ ദർശനമാണ്, എല്ലാവർക്കും അറിയാം. അത് സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം ഉണ്ട്, ഗറില്ല ഗ്രൂപ്പ് സ്പോൺസേർഡ് ടെററിസവും ഉണ്ട്. രണ്ടും ഒരേപോലെ 10,000-കണക്കിന് മനുഷ്യരെ ബോംബിട്ടുകൊണ്ട് നശിപ്പിക്കുവാൻ വേണ്ടി, പാവപ്പെട്ട മനുഷ്യരെ ബോംബിട്ട് നശിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം. ഹിരോഷിമ നാഗസാക്കികളിൽ ജീവിച്ചിരുന്ന 10,000-കണക്കിന് മനുഷ്യർ ഒരൊറ്റ നിമിഷം കൊണ്ട് വെണ്ണീറായിപ്പോയ ആറ്റം ബോംബ് സ്ഫോടനം നടത്തിയ സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ജീവിക്കുന്ന 10,000-കണക്കിന് മനുഷ്യർ, അവരെ പ്രയാസപ്പെടുത്തുകയും കൊന്നൊടുക്കുകയും ചെയ്യുന്ന സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം. ഒരു വശത്ത് ക്രൂരത, അതിന് മറുപടിയായി ഗറില്ല ഗ്രൂപ്പ് സ്പോൺസേർഡ് ടെററിസം, അത് വേറൊരു തരത്തിലുള്ള ക്രൂരത. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കാരുണ്യത്തിന്റെ ദർശനമാണ്. ഇസ്ലാമിക ദർശനത്തിന് കാരുണ്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ഒരു ദർശനം അതിന്റെ അടിസ്ഥാനപരമായ തത്വം ആരംഭിക്കുന്നത് അതിന്റെ ദാർശനികമായ അടിത്തറയിൽ നിന്നാണെങ്കിൽ, പരിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്താനുള്ളത് അതിന്റെ ദാർശനികമായ അടിത്തറ എന്നുള്ള നിലക്ക് തൗഹീദിനെയാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ സട്ടാവായ തമ്പുരാൻ അറിയേണ്ട രൂപത്തിൽ അറിയുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്ന ആശയമാണ്. ഈ സട്ടാവായ തമ്പുരാനെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ കാരുണ്യവാനാണ്, കാരുണ്യമൂർത്തിയാണ് എന്ന്. അർ-റഹ്മാനും റഹീമുമാണ് അവൻ. അവനിൽ നിന്ന് കാരുണ്യം മാത്രം ഉണ്ടാകുന്നു. അവനിൽ നിന്ന് കാരുണ്യമല്ലാതെ മറ്റൊന്നും ഉണ്ടാകുന്നില്ല. എല്ലാ കാരുണ്യത്തിന്റെയും കേന്ദ്രം
അവന്റെ അസ്തിത്വത്തിൽ തന്നെ കാരുണ്യം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആൻ. അവന്റെ കാരുണ്യം പ്രപഞ്ചത്തിലാകെ ചൂന്നുകിടക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. ഇങ്ങനെയുള്ള കാരുണ്യമൂർത്തിയായ തമ്പുരാൻ, ആ കാരുണ്യമൂർത്തിയായ തമ്പുരാൻ ലോകത്തിലേക്ക് പറഞ്ഞ അന്തിമ പ്രവാചകൻ, ഈ പ്രവാചകനെ ലോകത്തിന് മുഴുവനും കാരുണ്യമായി കൊണ്ടല്ല ഇത് നിയോഗിച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ആ പ്രവാചകൻ പഠിപ്പിച്ച ആശയങ്ങൾ, ജീവിത ദർശനം മുഴുവനും കാരുണ്യത്തിൽ അധിഷ്ഠിതം. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവർ നിങ്ങളോട് കാരുണ്യം കാണിക്കും. കാരുണ്യത്തിന്റെ ദർശനത്തിന് ക്രൂരതയുടെ ദർശനവുമായി എങ്ങനെയാണ് ഒരു ഒത്തുപോകാൻ കഴിയുക? ടെററിസം, ഭീകരത, അനീതിയുടെ തത്വശാസ്ത്രം, അത് സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം ആണെങ്കിലും അല്ലെങ്കിലും ഒരേപോലെ. നീതിയെക്കുറിച്ച് അവർക്കറിയില്ല. അവരുടേതായ നൈതിക ബോധമാണ് അവരെ നയിക്കുന്നത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൊത്തത്തിൽ, മാനവ സമൂഹത്തിന് മൊത്തത്തിലുള്ള നീതിയെക്കുറിച്ച് സംസാരിക്കുവാനില്ല. ഇസ്ലാമാകട്ടെ നീതിയുടെ ദർശനം. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമൂന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ് കൂനൂ ഖവ്വാമൂന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൽ നിസായിലെ 135-ാമത്തെ വചനത്തിലും, ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 8-ാമത്തെ വചനത്തിലും മാറ്റി മാറ്റി പറയുകയാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവർ എന്നുള്ള നിലക്ക് നീതിക്ക് വേണ്ടി നിലനിൽക്കണം. സത്യവിശ്വാസികളെ, നിങ്ങൾ നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവർ എന്നുള്ള നിലക്ക് അള്ളാഹുവിന് വേണ്ടി നിലനിൽക്കണം. നീതിയാണ് ഇസ്ലാമിന്റെ അടിത്തറ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, എന്റെ സ്വന്തം മകൾ അവൾ കളവ് നടത്തിയാൽ അവൾക്കെതിരെ അവളുടെ കൈ ഞാൻ വെട്ടാതിരിക്കുകയില്ല. നീതിയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് നിരവധി സംഭവങ്ങൾ ഇസ്ലാം എങ്ങനെ നീതി നടപ്പാക്കുന്നു എന്ന് മനസ്സിലാക്കി തരാൻ. ജൂതനായ മനുഷ്യൻ, അയാളും മുസ്ലിമും തമ്മിൽ തർക്കം. ആ തർക്കത്തിൽ ജൂതന്റെ പക്ഷത്ത് ശരി എന്ന് പ്രവാചകന് തോന്നുന്നു. അയാൾക്ക് അനുകൂലമായി വിധിക്കുന്നു. നിരവധി സംഭവം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ സംഭവങ്ങൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ സംഭവങ്ങൾ. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ ഒരു കൂട്ടരോടുള്ള വിരോധം, അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നിങ്ങൾക്ക് ഒരു വിഭാഗത്തോട് നിങ്ങൾക്ക് വിരോധമുണ്ടെങ്കിൽ അവരോട് അനീതി ചെയ്യുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുവാൻ പാടില്ല. വിരോധം അത് വേറെ വിഷയം. നീതി, അവിടെയും നീതി വേണം. എതിരാളിയോട് പോലും നീതി വേണമെന്നർത്ഥം. ഞാൻ പറയുന്നത് ഇസ്ലാം നീതിയുടെ ദർശനപാട്, ടെററിസം അനീതിയുടെ ദർശനപാട്. ടെററിസത്തിന് ഇസ്ലാമിൽ നിന്ന് ടെററിസം ഉണ്ടാകുന്നു എന്ന് പറയാൻ ഒരു നിർവാഹവുമില്ല. അതേപോലെ തന്നെ ഇസ്ലാം മാനവികതയുടെ ദർശനം, മനുഷ്യരെ എല്ലാവരെയും ഒരേപോലെ കാണുന്ന ദർശനം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഖുർആനിലെ 49-ാമത്തെ അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനം. മനുഷ്യരെ, നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കൾ. നിങ്ങളുടെ ഗോത്രങ്ങളും വിഭാഗങ്ങളും എല്ലാം നിങ്ങൾ തിരിച്ചറിയാൻ നിങ്ങളിൽ ഉത്തമൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധീകരണം വഴി ഉത്തമനായി തീർന്നവൻ മാത്രം. ജീവിതമാണ് നിങ്ങളുടെ കർമ്മമാണ്, വിശ്വാസമാണ് നിങ്ങളുടെ ഔന്നത്യം നിശ്ചയിക്കുന്നത്. ജന്മം ഏത് വിഭാഗത്തിലാണ് എന്നോ ജാതിയിലാണ് എന്നോ സമുദായത്തിലാണ് എന്നോ ഉള്ള കാര്യമല്ല. നിങ്ങളുടെ ജീവിത വീക്ഷണമാണ്, ജീവിത വിമലീകരണമാണ് നിങ്ങളുടെ ഔന്നത്യം നിശ്ചയിക്കുന്നത്. എന്നാൽ ഭീകരവാദത്തിന് വർഗീയതയെക്കുറിച്ചേ പറയാനുള്ളൂ. അവിടെ എന്റെയാളും മറ്റവന്റെയാളുമാണ്. എന്റെയാൾ ഒരു തെറ്റ് ചെയ്താൽ അത് ശരിയാകും. അതേസമയം അതേ തെറ്റ് മറ്റവന്റെയാൾ ചെയ്താലോ അത് തെറ്റായിത്തീരും. അതിനെതിരെ ആളുകളെ ജാഗരം കൊള്ളിക്കും. അതിനെതിരെ ആളുകളോട് ആവേശം കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കും. പക്ഷെ അതേ തെറ്റ് എന്റെയാൾ ചെയ്താലോ അത് കണ്ണടക്കും, അല്ലാതെ ന്യായീകരിക്കും. ഇത് ഭീകരത. എന്നാൽ ഇസ്ലാമിനതുമായി പരിചയമില്ല, ബന്ധമില്ല. ഇങ്ങനെ ഇസ്ലാമിന്റെ ഏതേത് സങ്കേതമെടുത്താലും ഇസ്ലാം മനുഷ്യരുടെ ജീവനെക്കുറിച്ച് പറഞ്ഞത് ജീവൻ വിശുദ്ധമാണ് എന്നാണ്. ജീവൻ വിശുദ്ധമാണ് എന്ന് ഒരാളുടെയും ജീവൻ എടുക്കുവാൻ ഒരാൾക്കും അധികാരമില്ലത്. ഒരാട്ട സംവിധാനം
കൊന്നവന് പകരമായി കൊല്ലുകയോ അതല്ലെങ്കിൽ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്നതിന് പകരമായി അയാളെ വധിക്കുകയോ ചെയ്യാൻ വേണ്ടി വിധിക്കുക എന്നല്ലാതെ ഒരാൾക്കും നിശക്കളങ്കനായ ഒരു മനുഷ്യനെ കൊല്ലാൻ അധികാരമില്ലത്. അന്നഹൂമൻ ഖതലനഫ്സൻ ബിഗൈരി നഫ്സിൻ ഫകഅന്നമാ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ വചനം. അതെ, ഒരാൾ മറ്റൊരാളെ കൊന്നതിന് പകരമായോ അതല്ലെങ്കിൽ രാജ്യത്ത് കലാപമുണ്ടാക്കിയതിന് പകരമായോ രാഷ്ട്ര സംവിധാനം ശിക്ഷ വിധിക്കുക എന്നല്ലാതെ ഒരാളെ കൊന്നു കളഞ്ഞാൽ ആ ഭൂമിയിലുള്ള മനുഷ്യരെ മുഴുവനും കൊന്നതിന് സമമാണിയത്. എന്നാൽ ഭീകരത നിഷ്കളങ്കരായ ആളുകളുടെ ജീവനെ പണയം വെച്ചുകൊണ്ടുള്ള വിലപേശലാണ്. ഇസ്ലാമിന് ഭീകരതയുമായി ബന്ധമില്ല. ഇസ്ലാം ഭീകരതയുമായി യാതൊരു ബന്ധവുമില്ല. എന്നാൽ അവിടെയും ഇസ്ലാം പ്രശ്നമല്ല, പരിഹാരമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം യുദ്ധം അനുവദിച്ചിട്ടുണ്ട്. യുദ്ധം പ്രശ്നമുണ്ടാക്കാനല്ല, പരിഹാരമായിട്ടാണ്. യുദ്ധത്തിന് വരുന്നവരുമായി യുദ്ധം ചെയ്യാതെ, സമൂഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുമായി യുദ്ധം ചെയ്യാതെ, സമൂഹത്തിൽ അടിസ്ഥാനപരമായ മാനുഷികമായ അവകാശങ്ങളെ ഹനിക്കുവാൻ വേണ്ടി സന്നദ്ധമായി അടിച്ചമർത്തുവാൻ വേണ്ടി വരുന്നവരുമായി യുദ്ധം ചെയ്യാതെ ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 190-ാമത്തെ വചനം. നിങ്ങൾ യുദ്ധം ചെയ്യണം, നിങ്ങളുമായി യുദ്ധം ചെയ്യുന്നവരുമായി. എന്നാൽ അവിടെ പോലും നിങ്ങൾ അതിക്രമം കാണിക്കാൻ പാടില്ല. അതിക്രമകാരികൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ആ യുദ്ധത്തിൽ അവർ പിന്തിരിഞ്ഞാൽ നിങ്ങൾ പിന്തിരിയണം. അവർ സമാധാനത്തിലേക്ക് ചാഞ്ഞാൽ നിങ്ങൾ സമാധാനത്തിന് വേണ്ടി നിലനിൽക്കണം. പരിശുദ്ധ ഖുർആൻ നിരവധി വചനങ്ങൾ. യുദ്ധം അനിവാര്യമായ ഘട്ടങ്ങളിൽ ആദർശമനുസരിച്ച് ജീവിക്കുവാൻ അനുവദിക്കപ്പെടാത്ത അവസ്ഥയിൽ ആദർശമനുസരിച്ച് ജീവിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി അനിവാര്യമായ ഘട്ടങ്ങളിൽ ആയുധമെടുക്കുമ്പോൾ പോലും ഒരിക്കലും യുദ്ധത്തിൽ നേരിടുന്ന ആളുകളുമായിട്ടല്ലാതെ മതത്തിന്റെ പേരിൽ ഏതെങ്കിലും പർണശാലകളിൽ ഇരിക്കുന്ന ആളുകളെയോ സന്യാസി മഠങ്ങളിൽ ഇരിക്കുന്ന ആളുകളെയോ ആരാധനാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകളെയോ സ്ത്രീകളെയോ കുട്ടികളെയോ സസ്യലതാദികളെയോ നശിപ്പിക്കുകയല്ല, കൊന്നൊടുക്കുകയല്ല വേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടെ യുദ്ധമല്ല, യഥാർത്ഥത്തിൽ യുദ്ധം ഇല്ലാതെ സമാധാനത്തിലേക്ക്, യഥാർത്ഥ ശാന്തിയിലേക്കുള്ള ക്ഷണമാണ് ഇസ്ലാം നിർവഹിക്കുന്നത്. പക്ഷേ യുദ്ധം അനിവാര്യമായ ഘട്ടങ്ങളിൽ യുദ്ധരംഗത്ത് നിർവഹിക്കേണ്ട നിയമങ്ങളും പഠിപ്പിക്കുന്നു. വലാ തഅതദു, നിങ്ങൾ അതിരുകവിയാൻ പാടില്ല എന്ന്. അവിടെ ഇസ്ലാം യഥാർത്ഥത്തിൽ പരിഹാരമാവുകയാണ്. യുദ്ധരംഗത്ത് ഇന്നും മനുഷ്യൻ യുദ്ധമാണ് എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാം എന്നുള്ളൊരു തലത്തിലേക്ക് പോകുന്നു. നമുക്കറിയാം, കോണനാവോ തടവറയിലും ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലെ തടവറകളിലും നടക്കുന്ന ക്രൂരമായ പീഡനമുറകൾ, പ്രാകൃതമായ കാലഘട്ടത്തിൽ പോലും, അടിമത്വം നിലനിന്നിരുന്ന കാലഘട്ടത്തിലെ അടിമപ്പന്തികളിൽ പോലും ജലനിന്നിട്ടില്ലാത്ത രൂപത്തിൽ, മനുഷ്യർക്ക് അറപ്പ് തോന്നിക്കുന്ന രൂപത്തിൽ, വെറുപ്പ് തോന്നിക്കുന്ന രൂപത്തിലുള്ള പ്രകടനങ്ങൾ, ആ പ്രകടനങ്ങൾ നടക്കുമ്പോൾ അത് യുദ്ധത്തിന്റെ ഭാഗമായി ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു. യഥാർത്ഥത്തിൽ യുദ്ധം എങ്ങനെ നടത്തണമെന്ന്, യുദ്ധത്തിന്റെ ബന്ദികളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന്, യുദ്ധത്തിന്റെ ബന്ദികളുമായി എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ഈ രംഗത്തെ കൃത്യമായ മാനവികതയുടെ ദർശനം യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പഠിപ്പിക്കാനുള്ളത്. അതാണ് ഏത് രംഗത്താണെങ്കിലും ഇസ്ലാം പ്രശ്നമല്ല, യഥാർത്ഥത്തിൽ പരിഹാരമാണ്. വ്യക്തിരംഗത്ത്, കുടുംബത്തിൽ, സമൂഹത്തിൽ, എല്ലാ രംഗങ്ങളിലും ആ പരിഹാരത്തെ അറിയാൻ, പരിശുദ്ധ ഖുർആന്റെ തിരുസുന്നത്തിന്റെ ഇസ്ലാമിന്റെ പരിഹാര നിർദ്ദേശങ്ങൾ അറിയാൻ, മനസ്സിലാക്കാൻ നാം സന്നദ്ധമാവുക. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.